ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് ടോപ്പിക് എന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് ഫാമിലി, കുടുംബ മൂല്യങ്ങൾ. ഇന്നത്തെ കാലത്ത് കുടുംബത്തിന് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്. കുടുംബത്തിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പോലും പറ്റാത്ത കാലമാണിന്ന്. ഇന്നെല്ലാവരും മൊബൈലിൽ നോക്കുക, തൻ്റെ ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, ആഹാരം കഴിക്കുക, കടന്നുറങ്ങുക. നമ്മൾ കൂട്ടുകുടുംബം പോലെ പണ്ട് കാലങ്ങളിൽ സംസാരിക്കുമായിരുന്നു. ഇന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും സ്നേഹമില്ല, മക്കൾക്ക് തമ്മിൽ സ്നേഹമില്ല, കുടുംബക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. പല ആൾക്കാർക്കും സമ്പത്തുണ്ടാക്കാൻ പറ്റും, എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ മൂല്യങ്ങളുള്ള കുടുംബം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഇന്നത്തെ യങ് ജനറേഷൻ 90% പോപ്പുലേഴ്സുകളാണ്. എന്തുകൊണ്ട് അവർ അങ്ങനെ ആയിത്തീരുന്നു? കാരണം പേരൻസ് അവർ കുറച്ച് പൈസ ഉണ്ടാക്കും, ദൂർത്തടിക്കാൻ മക്കൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നെന്നോ, ആ കാശ് കൊണ്ട് അവരെന്ത് വാങ്ങിക്കുന്നെന്നോ, എങ്ങനെ അത് ചിലവഴിക്കുന്നെന്നോ ഒന്നും അവർക്കറിയണ്ട. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൊബൈൽ നോക്കാൻ അവർ ബന്ധപ്പെടുന്നില്ല. പിന്നെ അവരുടെ കൂട്ടുകാർ, അവരുടെ ആക്ടിവിറ്റികൾ, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു വ്യക്തി നല്ലവനോ ചീത്തയോ അത് തുടങ്ങുന്നത് മൂല്യം കൊണ്ടാണ്, കുടുംബത്തിൽ നിന്നാണ്. ഇന്ന് കോളേജിൽ പോയാൽ ഒരു മാസം കൊണ്ട് പരിചയപ്പെടും, പിന്നീട് അത് ശാരീരിക ബന്ധത്തിൽ അവസാനിക്കും. എന്തൊരു മാനസികാവസ്ഥയാണ്! കുട്ടികളെ മൂല്യങ്ങൾ പഠിപ്പിക്കുക. ഇത് നിൻ്റെ കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഇത് നിൻ്റെ കൂട്ടുകാരനാണ്, നിങ്ങൾ പഠിക്കാനാണ് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കും. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് അടിത്തറയാകേണ്ടുന്ന നമ്മുടെ യുവതലമുറ എങ്ങോട്ടാകണം പോകുന്നത്? ഇന്ന് യുവക്കൾ എല്ലാം തുറന്ന മനസ്സാണ്, എല്ലാം തുറന്നു കാട്ടാനാണ് അവർക്കിഷ്ടം. അവർ വെമ്പൽ കൊള്ളുന്നത് എന്തിനാണ്? നാണമില്ലാത്ത തലമുറ. സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നല്ലത്. നമ്മുടെ കേരളത്തിലെ പിള്ളേർക്കാണ് കുറച്ചുകൂടെ മൂല്യങ്ങളുടെ വില അറിയാൻ വയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ബാംഗ്ലൂരിൽ പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർ ട്രെയിനിൽ പോയാൽ അറിയാം, അവർ കാണിച്ചു കൂട്ടുന്നത്, ട്രെയിനകത്ത് നിന്ന് കേരളം വിട്ട് കഴിഞ്ഞാൽ അവർ കാണിച്ചു കൂട്ടുന്നതും സഹിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ നാണമായിട്ട് കുട്ടികൾക്ക് തങ്ങളെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തിയില്ല. കാരണം അവർ പ്രലോഭനത്തിൽ അടിമയാകുന്നു. 10ൽ പഠിക്കുന്ന കുട്ടി അമ്മയാകുന്നു, +2 പഠിക്കുന്ന കുട്ടി അമ്മയാകുന്നു, 17 വയസ്സുള്ള കുട്ടി അമ്മയാകുന്നു, 18 വയസ്സുള്ള. ഇതെന്താണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ? മൂല്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്. മൂല്യങ്ങളുടെ വില അറിഞ്ഞ് വളർത്തുക. സോഷ്യൽ മീഡിയയിൽ എന്ത് തുറന്നു കാട്ടാനും എന്ത് ഊളത്തരം കാണിക്കാനും മടിയില്ലാത്തൊരു യങ് ജനറേഷൻ.